ഒരു ഡോക്ടർ എങ്ങനെ ഭീകരവാദിയായി മാറി? ആരായിരുന്നു തഹാവൂർ റാണ? എന്തുകൊണ്ടാണ് ആ പേര് രാജ്യം മുഴുവൻ ഇപ്പോഴും ഇത്ര ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? 2008 നവംബർ 26 നമ്മുടെ രാജ്യം നടുങ്ങിയ ദിവസം. അന്നാണ് ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനമായ മുംബൈയിൽ 60 മണിക്കൂർ നീണ്ടുനിന്ന ഭീകരാക്രമണം തുടങ്ങുന്നത്. പാകിസ്ഥാനിൽ നിന്ന് കടൽ മാർഗം അത്യാധുനിക ആയുധങ്ങളുമായി ലഷ്കർ എ തൊയ്ബയുടെ 10 ഭീകരന്മാർ മുംബൈയിൽ എത്തിച്ചേർന്നു. 4 ദിവസം നീണ്ടുനിന്ന ഭീകരാക്രമണം. ഈ ലഷ്കർ ഭീകരന്മാർ 12 തവണ വെടിവെപ്പും ബോംബാക്രമണവും നടത്തി. 175 പേർ കൊല്ലപ്പെട്ടു, 300 പേർക്ക് പരിക്ക് പറ്റി. 18 സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചു. ആക്രമണം നടത്തിയ 9 ഭീകരവാദികളെയും പോലീസ് വധിച്ചു. അജ്മൽ കസബ് എന്ന ഭീകരനെ ഇന്ത്യ ജീവനോടെ പിടികൂടി 2012 തൂക്കിലേറ്റി. പക്ഷേ ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരന്മാരെ തേടിയുള്ള ഇന്ത്യയുടെ പോരാട്ടം അന്നു മുതൽ ആരംഭിക്കുകയായിരുന്നു. അതാണിപ്പോൾ പുതിയ വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുന്നത്. മുംബൈ ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിച്ചവരിൽ പ്രധാനിയാണ് പാകിസ്ഥാൻ വംശജനായ തഹാവൂർ ഹുസൈൻ റാണ. 2009 ചിക്കാഗോയിൽ വെച്ചാണ് റാണയെ അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അന്നു മുതൽ അമേരിക്കയിൽ തടവിലായിരുന്ന റാണയെ ഏറെ നാളത്തെ പരിശ്രമങ്ങൾക്കു ശേഷം ഇന്ത്യക്ക് വിട്ടുകിട്ടിയിരിക്കുന്നു. ആദ്യകാലത്ത് പാകിസ്ഥാൻ പട്ടാളത്തിൽ ഡോക്ടറായി സേവനം ചെയ്യുകയായിരുന്നു തഹാവൂർ റാണ. 1997 റാണ കാനഡയിലേക്ക് കുടിയേറി. 2001 കനേഡിയൻ പൗരത്വം സ്വീകരിച്ചു. അതിനിടെ അമേരിക്കയിലേക്ക് താമസം മാറ്റി. അവിടെ ബിസിനസ്സുകാരനായി. ഭീകര സംഘടനയായ ലഷ്കർ എ തൊയ്ബ, ഹർക്കത്തുൽ ജിഹാദി ഇസ്ലാമി, പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗമായ ISI, ഈ സംഘടനകളോടെല്ലാം അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് തഹാവൂർ റാണ. മുംബൈ ഭീകരാക്രമണവുമായി റാണയ്ക്ക് എന്താണ് ബന്ധം? അതറിയണമെങ്കിൽ പ്രധാന പ്രതിയായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ആരെന്ന് കൂടി അറിയണം. ദാവൂദ് സയ്യിദ് ഗീലാനി, ഇതാണ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ യഥാർത്ഥ പേര്. റാണയുടെ ബാല്യകാല സുഹൃത്താണ് ഹെഡ്ലി. പാകിസ്ഥാനിലെ ഹസൻ അബ്ദാൽ മിലിറ്ററി കോളേജിൽ പഠിക്കുമ്പോഴാണ് ഇരുവരും സുഹൃത്തുക്കളാകുന്നത്. 16 വയസ്സുള്ളപ്പോൾ അമ്മയോടൊപ്പം അമേരിക്കയിലേക്ക് വന്ന ഹെഡ്ലി 1998 ആദ്യമായി അമേരിക്കൻ പോലീസിന്റെ വലയിലാകുന്നത്. പാകിസ്ഥാനിൽ നിന്ന് US ഹെറോയിൻ കടത്തിയതായിരുന്നു അന്നത്തെ കുറ്റം. ജയിൽ ശിക്ഷ ലഘൂകരിക്കാൻ അമേരിക്കൻ ഡ്രഗ് എൻഫോഴ്സ്മെന്റിന്റെ ചാരനായി പണിയെടുക്കാൻ തുടങ്ങി ഗീലാനി. ലഷ്കർ എ തൊയ്ബയുടെ നിർദ്ദേശപ്രകാരമാണ് ദാവൂദ് സയ്യിദ് ഗീലാനി എന്ന പേര് മാറ്റുന്നത്, പിന്നീട് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്നാക്കുന്നത്. 2006 ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്താൻ വേണ്ട ലക്ഷ്യസ്ഥാനങ്ങളൊക്കെ കണ്ടെത്താനാണ് ഹെഡ്ലിയെ ലഷ്കർ എ തൊയ്ബ ചുമതലപ്പെടുത്തുന്നത്. ഇതിനായി ഇന്ത്യയിലേക്ക് നിരന്തരം യാത്രകൾ നടത്തണം. ഈ യാത്രകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാൻ ഇമിഗ്രേഷൻ സർവീസുകൾ നടത്തുന്ന ഒരാളെ വേണം. അങ്ങനെയാണ് ഹെഡ്ലി തൻ്റെ ബാല്യകാല സുഹൃത്തായ റാണയെ സമീപിക്കുന്നത്. 64 വയസ്സുകാരനായ റാണ ചിക്കാഗോ കേന്ദ്രീകരിച്ച് ഫസ്റ്റ് വേൾഡ് എന്ന പേരിൽ എമിഗ്രേഷൻ സർവീസുകൾ നൽകുന്ന ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. ഹെഡ്ലിയുടെ യാത്രകൾക്ക് മറപിടിക്കാൻ സൗകര്യം ചെയ്തുകൊണ്ട് ഫസ്റ്റ് വേൾഡ് ഇമിഗ്രേഷൻ സ്ഥാപനത്തിന് മുംബൈയിൽ ഒരു ശാഖ ആരംഭിക്കുകയാണ് റാണ. ഹെഡ്ലിക്ക് വേണ്ട വിസകളൊക്കെ തരപ്പെടുത്തി നൽകി. എല്ലാ രേഖകളും തയ്യാറാക്കാൻ സഹായിച്ചു. ഭീകരാക്രമണം നടത്താൻ ഹെഡ്ലിയും റാണയും ചേർന്ന് ഗൂഢാലോചനകൾ നടത്തിയെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. മുംബൈ ആക്രമണത്തിന് മുമ്പും ശേഷവും പലപ്പോഴും ഹെഡ്ലി ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ കൊച്ചിയിൽ പോലും എത്തിയിട്ടുണ്ട്. ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെ ആക്രമിക്കാം എന്ന് നിരീക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ യാത്രകളെല്ലാം നിയന്ത്രിച്ചിരുന്നത് തഹാവൂർ റാണയായിരുന്നു. താൻ ഇന്ത്യയിൽ വെച്ച് അറസ്റ്റിലായാൽ എന്ത് ചെയ്യണമെന്ന് പോലും റാണയ്ക്ക് ഹെഡ്ലിയുടെ ഇമെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. 2009 ഹെഡ്ലിയെയും റാണയെയും അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്തു. തീവ്രവാദ ബന്ധം തന്നെയാണ് അറസ്റ്റിന് കാരണം. മുംബൈ ഭീകരാക്രമണ കേസിൽ തങ്ങൾക്ക് പങ്കുണ്ടെന്ന് അന്നവർ സമ്മതിച്ചതാണ്. അതോടെയാണ് ഇരുവരെയും ഇന്ത്യ പ്രതി ചേർക്കുന്നത്. അന്നു മുതൽ ഇരുവരെയും വിട്ടുകിട്ടാൻ ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുഖ്യപ്രതി ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയാണ്. അയാൾ ഇപ്പോഴും അമേരിക്കയിൽ ജയിലിലാണ്. മുഖ്യപ്രതിക്ക് വേണ്ടി യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്തയാൾ മാത്രമാണ് ഇപ്പോൾ അമേരിക്ക ഇന്ത്യക്ക് വിട്ടുകൊടുത്ത തഹാവൂർ റാണ. എങ്കിലും മുംബൈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനുമായുള്ള ബന്ധത്തെക്കുറിച്ച്, പാക് ചാര സംഘടനയായ ISIയിലെ ഓഫീസർമാരെക്കുറിച്ച്, ലഷ്കർ എ തൊയ്ബയിലെ നേതാക്കളെക്കുറിച്ച്, മുംബൈക്ക് പുറമെ എവിടെയെല്ലാം ആക്രമണം ആസൂത്രണം നടത്തിയെന്നതിനെക്കുറിച്ച് ഇങ്ങനെ നിരവധി വിവരങ്ങൾ ലഭിക്കാൻ റാണയെ ലഭിച്ചതിലൂടെ NIAക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. അപ്പോഴും പ്രധാന പ്രതി ഹെഡ്ലി, അമേരിക്ക ഹെഡ്ലിയെ ഇന്ത്യക്ക് വിട്ടു നൽകാത്തത് എന്തുകൊണ്ട് എന്നതാണ് പ്രധാന ചോദ്യം. US പാകിസ്ഥാനും വേണ്ടി ഡബിൾ ഏജന്റ് പണിയെടുത്തയാളാണ് ഹെഡ്ലി.
ഇതാണ് ഇന്ത്യക്ക് കൈമാറാൻ യഥാർത്ഥ തടസ്സം. തന്നെ ഇന്ത്യക്ക് കൈമാറില്ലെന്ന് ഉറപ്പ് നൽകിയാൽ താൻ സത്യം പറയാമെന്നായിരുന്നുവത്രേ ഹെഡ്ലിയുടെ കരാർ. മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ച് പോലും കൂടുതൽ സത്യങ്ങൾ പുറത്തു വന്നത് ഈ കരാറിലൂടെയാണ് എന്നാണ് US പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹെഡ്ലിയെ ഇന്ത്യക്ക് കൈമാറാൻ ഈ കരാർ ഒരു തടസ്സമാണ്. ഇത് മറികടക്കാൻ ഇന്ത്യക്ക് കഴിയണമെന്നില്ല. തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിച്ചത് ആഘോഷിക്കാം. ഇന്ത്യയുടെ അഭിമാനത്തിന് മുറിവേൽപ്പിച്ചവരെ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിലെത്തിക്കാനുള്ള മോഡി സർക്കാരിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമാണ് ഇതെന്ന് അമിത്ഷാക്ക് പറയാം. പക്ഷേ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ കൂടി വിട്ടുകിട്ടുന്നത് വരെ ഈ വാദം പൂർണ്ണമാകില്ല. ഹെഡ്ലിയെ കൂടി രാജ്യത്തേക്ക് കൊണ്ടുവരണം, തെളിവെടുക്കണം, ശിക്ഷിക്കണം. രാജ്യത്തെ മുറിവേൽപ്പിച്ചവരോട് കണക്ക് തീർക്കാൻ സർക്കാരിനാകണം.